യുദ്ധങ്ങളുടെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പോർ വിമാനങ്ങളോ ടാങ്കുകളോ മാത്രം വിചാരിച്ചാൽ ഇനി യുദ്ധം ജയിക്കാനാവില്ലെന്ന് ആധുനിക ലോകം തെളിയിച്ചു കഴിഞ്ഞു. ഇന്ന് ലോക പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ലോയിറ്റിംഗ് മ്യൂണിഷൻ അഥവാ ചാവേർ ഡ്രോണുകളെ പറ്റിയാണ്. ഇപ്പോഴിതാ ഇന്ത്യൻ സൈന്യം നൂറുകണക്കിന് ഇത്തരം ചാവേർ ഡ്രോണുകളെ ആയുധപ്പുരയിൽ എത്തിച്ചിരിക്കുന്നു. എന്താണ് ഈ സൂയിസൈഡ് ഡ്രോണുകൾ? എങ്ങനെയാണ് ഇവയുടെ പ്രവർത്തനം? നമുക്ക് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഒരു മിസൈലും ഒരു ഡ്രോണും ചേർന്നതാണ് ഈ സൂയിസൈഡ് ഡ്രോൺ. ഇവ ആകാശത്ത് മണിക്കൂറുകളോളം വട്ടമിട്ട് പറക്കാൻ ശേഷിയുള്ളതാണ്. ശത്രുവിന്റെ ഒളിത്താവളമോ ടാങ്കുകളോ കണ്ടെത്തി കഴിഞ്ഞാൽ അവ ചാവേറിനെ പോലെ അതിനുള്ളിലേക്ക് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഇവയെ സൂയിസൈഡ് ഡ്രോണുകൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ സൈന്യം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനികമായ ഡ്രോണുകളാണ്. ഇവ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറുന്നത് ഗുജറാത്തിലെ സൂറത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇൻസൈഡ് FPV എന്ന സ്റ്റാർട്ടപ്പാണ്. വെറും 2 മാസത്തിനുള്ളിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ വലിയ ഓർഡർ പൂർത്തിയാക്കി എന്നത് ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ മേഖലയുടെ വേഗത വ്യക്തമാക്കുന്നു. ഈ ഡ്രോണുകൾ ചെറുതും ഒരു സൈനികന് തന്റെ ബാഗിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നവയുമാണ്. യുദ്ധഭൂമിയിൽ നിന്ന് തന്നെ ഇവ വിക്ഷേപിക്കാം. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാനും അതീവ കൃത്യതയോടെ ലക്ഷ്യം തകർക്കാനും ഇവയ്ക്ക് സാധിക്കും. വലിപ്പം കുറവായതുകൊണ്ട് തന്നെ ശത്രുവിന്റെ റഡാറുകൾക്ക് ഇവയെ എളുപ്പത്തിൽ കണ്ടെത്തുക സാധ്യമല്ല. ഈ ഡ്രോണുകൾ വെറും ബോംബുകൾ മാത്രമല്ല, മറിച്ച് അത്യാധുനികമായ ക്യാമറകളും സെൻസറുകളും ഇവയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ നീക്കങ്ങൾ തത്സമയം സൈനികർക്ക് കൈമാറാൻ ഇവയ്ക്ക് സാധിക്കും. ആക്രമണം നടത്തേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇവയെ സുരക്ഷിതമായി തിരിച്ചിറക്കാനും സാധിക്കും. കൂടാതെ സാധാരണ ഡ്രോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത -35 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിൽ പോലും അതീവ കൃത്യതയോടെ ലക്ഷ്യം കാണാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. ലഡാക്കിലെയും സിയാച്ചിനിലെയും മഞ്ഞുമലകളിൽ കാവൽ നിൽക്കുന്ന നമ്മുടെ സൈനികർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്. ശത്രുവിന്റെ ബങ്കറുകൾക്കോ കുന്നുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന സൈനിക വാഹനങ്ങൾക്കോ നേരെ ഇവ കൃത്യമായി ഉപയോഗിക്കാം. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ശത്രുവിനെ തിരിച്ചറിയാനും റിയൽ ടൈം ഇന്റലിജൻസ് സൈനികർക്ക് കൈമാറാനും ഇവയ്ക്ക് ശേഷിയുണ്ട്. മാത്രമല്ല, 1 കോടി രൂപ വിലയുള്ള മിസൈൽ ചെയ്യുന്ന ജോലി വെറും ലക്ഷങ്ങൾ വിലയുള്ള ഡ്രോണുകൾക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിന് 2 വശമുണ്ട്. ഒന്ന് ചൈനയുമായുള്ള ലഡാക്ക് അതിർത്തി, 2 പാകിസ്ഥാനുമായുള്ള അതിർത്തി. പർവ്വത പ്രദേശങ്ങളിൽ വലിയ തോക്കുകളും ടാങ്കുകളും എത്തിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഈ സൂയിസൈഡ് ഡ്രോണുകൾ സൈനികർക്ക് ചെന്നെത്താൻ പ്രയാസമുള്ള ഇടങ്ങളിലും എളുപ്പം എത്തിക്കാം. ഇന്ത്യൻ സേനയിലെ ഏറ്റവും തന്ത്രപരമായ നോർത്തേൺ കമാൻഡിനാണ് ഈ ഡ്രോണുകൾ കൈമാറിയിരിക്കുന്നത്. അതിർത്തിയിൽ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും നിമിഷങ്ങൾക്കുള്ളിൽ പ്രത്യാക്രമണം നടത്താനും നോർത്തേൺ കമാൻഡിനെ ഇത് പ്രാപ്തമാക്കും.